السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബ്ദുല്ലാഹി ബിൻ അംറിൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശരീഅത്തിൻ്റെ ഇൽമ്, അതായത് വഹിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഈ അറിവ്, അതൊരിക്കലും ജനങ്ങളിൽ നിന്നും അടിമകളിൽ നിന്നും അവൻ ഊരിയെടുക്കുന്നതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഊരിയെടുക്കുകയില്ല. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാഇ. ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കുന്നത്, ഊരിയെടുക്കുന്നത് അത് ഉലമാക്കളെ പിടിച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലമാക്കളുടെ മരണം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാറുള്ളത്, ഈ ഒരു ദുനിയാവിൽ ഇൽമിനെ അവൻ ഉയർത്തുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ ഇത്തഖദ അന്നാസു റൂസൻ ജുഹാല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആലിമിനെയും അല്ലാഹു ബാക്കിയാക്കാതെ നിൽക്കുമ്പോൾ ഇത്തഖദ അന്നാസു റൂസൻ ജുഹാല, ജനങ്ങളെല്ലാം ജാഹിലീങ്ങളായ അറിവില്ലാത്തവരായ ആളുകളെ നേതാക്കന്മാരായി സ്വീകരിക്കുകയും ഫസുഇലു ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ ഫളല്ലു വഅളല്ലു, ആ ജനങ്ങൾ സ്വീകരിച്ചതായ ജാഹിലീങ്ങളായ ആളുകൾ അവർ ചോദിക്കപ്പെടുകയും അതുപോലെ തന്നെ ഫഅഫ്തൗ അവർ ഫത്വ കൊടുക്കുകയും അവർ മറുപടികൾ പറയും. എങ്ങനെ? ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവുമില്ലാതെ അവൻ മറുപടി പറയും. ഫളല്ലു, അവർ തന്നെയും പിഴച്ചവരാണ്. വഅളല്ലു, അവർ പിഴപ്പിക്കുകയും ചെയ്യുന്നവരായിരിക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പണ്ഡിതന്മാരായ, അതായത് ശരീഅത്തിൻ്റെ ഇൽമ് പഠിച്ചവരായ ആളുകളുടെ മഹത്വമാണ്. പണ്ഡിതന്മാർ എന്ന് നമ്മൾ പറയുമ്പോൾ കേവലം അതൊരു ക്ലാസ് എടുക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരു ഖുത്ബ പറയുന്ന ആൾ, അല്ലെങ്കിൽ ഇമാം വെക്കുന്ന ആൾ, ഈ രൂപത്തിൽ നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് മനസ്സിലാക്കരുത്. നേരെ മറിച്ച് ദീനിൻ്റെ ശരീഅത്തിൻ്റെ ഖവായിദുകളെ സംബന്ധിച്ച്, അതായത് അടിസ്ഥാന നിയമങ്ങളെ സംബന്ധിച്ചെല്ലാം ആഴത്തിൽ അറിയുന്ന, അതുപോലെ തന്നെ ദീനിൻ്റെ മഖാസിദുകളെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ദീൻ ഇവിടെ നിലനിന്നത് തന്നെ ഓരോ കാര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. അത്തരത്തിലുള്ള മഖാസിദുകളെക്കുറിച്ച്, ലക്ഷ്യങ്ങളെക്കുറിച്ച് ആർക്കാണോ കൃത്യമായി അറിയുകയും ലബുത്തോടുകൂടി കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്, അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. അത്തരത്തിൽ ഒരു ആലിമാണ് മഹാനായ റബീഉ ബിൻ ഹാദി അൽ മദ്ഖലി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. അത്തരത്തിലുള്ള വലിയ പണ്ഡിതന്മാരായ ആളുകളെ പിടിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇൽമിനെ ഉയർത്തുക എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും പണ്ഡിതന്മാരുടെ മരണം എന്ന് പറയുന്നത് അത് മുസ്ലിം ഉമ്മത്തിനുള്ള ഒരു മുസീബത്താണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തിത്വങ്ങൾ. കാരണം ഇഖ്വാനികളായിട്ടുള്ള, അതുപോലെ തന്നെ ബിദഈകളായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് മറുപടി നൽകുകയും അതുപോലെ തന്നെ അഹ്ലുസുന്നയെ കൃത്യമായി സംരക്ഷിക്കുകയും ചെയ്ത പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ് റബീഉ ബിൻ ഹാദി അൽ മദ്ഖലി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അദ്ദേഹത്തിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തിൻ്റെ പേരുകൾ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും എല്ലാം ലഭിക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും പണ്ഡിതന്മാരെ സ്നേഹിക്കാനും അവരോട് കൂടെ കൂടാനും അതുപോലെ തന്നെ അവരോടൊപ്പം നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും എല്ലാമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.